നമസ്കാരം. കോൺഗ്രസിന്റെ യുവ നേതൃനിരയിൽ തരംഗമായി തന്നെ മാറിയിരുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ചാനൽ ചർച്ചകളിൽ പോലും ഏതൊരു എതിരാളിയെയും വാഗകൊണ്ട് അടിച്ചിരുത്താനുള്ള രാഹുലിന്റെ കഴിവ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരുപക്ഷെ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ MLA ആയി ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി പോലും ആയേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും അഭിപ്രായപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു മാങ്കൂട്ടം. എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തിയും കർമ്മവീര്യവും നൽകിയ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്ന സാഹചര്യമാണ്. ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ തീരുമാനം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ വേദനയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു ദയയുമില്ലാതെ പാർട്ടി നേതൃത്വത്തിലെ ചിലർ ചേർന്ന് രാഹുലിനെ പുറത്താക്കിയതിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുണ്ട് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. റിപ്പോർട്ടർ TV, CPM, BJP എന്നീ രാഷ്ട്രീയ എതിരാളികൾ രാഹുലിനെ ലക്ഷ്യം വെച്ച് അവർ ഒരുക്കിയ കെണിയിൽ കോൺഗ്രസിലെ ചില നേതാക്കളുടെ സഹായത്തോടെ അദ്ദേഹം വീണുപോവുകയായിരുന്നു. പിണറായി വിജയനെയും CPMനെയും അടിച്ചോടിക്കുകയും പാർട്ടിക്ക് അതിശക്തമായ കരുത്ത് നൽകുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടം നിയമസഭയ്ക്കകത്തും CPMന്റെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആദ്യത്തെ ലക്ഷ്യം രാഹുലിനെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഇതിന് പിന്നിൽ അവർ നടത്തിയ ഗവേഷണത്തിൽ രാഹുലിനെ രാഷ്ട്രീയമായി തകർക്കാൻ കഴിയുന്ന ഏക വിഷയം പെണ്ണുകേസാണ് എന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി. അങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കാനും അത് വാർത്തയാക്കി സമൂഹത്തിൽ നാറ്റിക്കാനും CPMും BJPയും ഒരുമിച്ച് തീരുമാനിച്ചു. അതിന് അവർ മൊട്ടയരുണയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ TVയെയും കൂട്ടുപിടിച്ച് ഉപയോഗിച്ചു. ഈ ഒരു ഗൂഢാലോചന പൊളിയാൻ പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യത്തേത് വിദ്യാർത്ഥി യുവജന നേതാവായിരിക്കെ വർഷങ്ങൾക്ക് മുൻപ് രാഹുൽ നടത്തിയ ചില വാട്സപ്പ് ചാറ്റുകളെ ചൊല്ലി ഉയർന്നു വന്നത് പറവൂർ സ്വദേശിനിയും VD സതീശൻ പിതൃതുല്യനുമായ ഏഷ്യാനെറ്റിലെ മുൻ വാർത്താ അവതാരകയായിട്ടുള്ള റിനി ജോർജിന്റെ പരാതിയാണ്. എന്നാൽ തനിക്ക് പരാതിയില്ലെന്നും രാഹുലിന്റെ സ്വഭാവം നന്നാക്കണമെന്നും മാത്രമാണ് അവർ പറഞ്ഞത്. ഇത് ഈ ആരോപണത്തെ ദുർബലമാക്കുന്നു. മറ്റൊന്ന് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അവന്തികയുടെ പരാതിയാണ്. മാധ്യമങ്ങൾ ചേർന്ന് രാഹുലിനെ കൊടുക്കാൻ പദ്ധതിയിടുന്നുവെന്ന് ഫോൺ കോൾ നടത്തിയ ഇവർ BJP നേതാവിൻ്റെ അടുപ്പക്കാരിയായതുകൊണ്ട് ഈ നീക്കത്തിൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചന വളരെ കൃത്യമായി വ്യക്തമായി. ഏറ്റവും പ്രധാനമായും ഗർഭചിത്ര ആരോപണമാണ്. ഇതിൽ പരാതി നൽകാൻ തയ്യാറല്ലാത്ത, ശബ്ദം പോലും ഇല്ലാത്ത ഒരു യുവതിയുടെ പേരിലാണ് ആരോപണം. ആദ്യം ഏഷ്യാനെറ്റിലെ ജോലിക്കാരിയാണെന്ന് പറഞ്ഞു, പിന്നീട് ജനം TVയിലെ സ്റ്റാഫാണെന്ന് പ്രചരിപ്പിച്ചു. രാഹുലിനെ തകർക്കാൻ വേണ്ടി മാത്രം ഈ യുവതിയെ റിപ്പോർട്ടർ TV സംരക്ഷിച്ച് നിർത്തുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM BJP നേതാക്കൾക്കെതിരെ സമാനമായിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഉയർന്നു വന്നപ്പോൾ ഇല്ലാത്ത ആ ഒരു മാധ്യമ ശ്രദ്ധ രാഹുലിൻ്റെ കാര്യത്തിൽ ലഭിച്ചത് ഈ ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണ്. രാഹുൽ മാങ്കൂട്ടം സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയാണെന്നത് അത് കൃത്യമായി മുതലെടുത്ത് അദ്ദേഹത്തെ തകർക്കാനും അതുവഴി കോൺഗ്രസിനെ ഇല്ലാതാക്കാനും മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ നിർഭാഗ്യവശാൽ ചില കോൺഗ്രസ് നേതാക്കൾ എതിരാളികൾക്കൊപ്പം ചേർന്നതോടെ കാര്യങ്ങൾ അവർക്ക് എളുപ്പമായി മാറി എന്നതാണ് ഇവിടെ വെളിവാകുന്നത്. അതാണ് സത്യം.